യൂണിറ്റ് 2 പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് യൂണിറ്റ് 2 സൂപ്പർവിഷനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് സാധാരണ നമ്മളൊക്കെ വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് സൂപ്പർവിഷൻ, മേൽനോട്ടം എന്നുള്ളത്. സൂപ്പർവിഷൻ എന്ന ഈ ഒരു വാക്ക് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ്. ഇതൊരു ലാറ്റിൻ വേർഡാണ് സൂപ്പർവിഷൻ. 2 ലാറ്റിൻ വാക്കുകൾ ചേർന്നിട്ടാണ് സൂപ്പർവിഷൻ ഉണ്ടായത്. സൂപ്പർ ആൻഡ് വിഷൻ. സൂപ്പർ എന്നൊരു വാക്ക്, വിഷൻ എന്ന മറ്റൊരു വാക്ക്, ഇത് രണ്ടും ചേരുമ്പോഴാണ് സൂപ്പർവിഷൻ എന്നാവുന്നത്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് വാച്ചിങ് എ പേഴ്സൺ ഓർ ആക്ടിവിറ്റി. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ വാച്ച് ചെയ്യുക. ആൻഡ് മേക്കിംഗ് സർട്ടൈൻ ദാറ്റ്, എന്നിട്ട് ഉറപ്പിക്കുക എവ്രിതിങ് ഈസ് ഡൺ കറക്റ്റ്ലി സേഫ്ലി. എല്ലാ കാര്യവും കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എല്ലാ കാര്യവും കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഒരാൾ ചെയ്യുന്ന പണി മറ്റൊരാൾ എന്ത് ചെയ്യും? മേൽനോട്ടം വഹിക്കും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കോൺക്രീറ്റ് വർക്കിനൊക്കെ വന്ന ആളുകളുണ്ടെങ്കിൽ ആ കോൺക്രീറ്റ് വർക്കർമാരെ സൂപ്പർവൈസ് ചെയ്യുന്ന വേറൊരാളുണ്ടാവും. അവരാണ് ഇത് സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ അയാൾ എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്നുണ്ടോ? ഇപ്പോൾ റോഡ് വർക്കൊക്കെ നടക്കുമ്പോൾ കാണാം ഒരാൾ സൂപ്പർവൈസറാണ്. ഇപ്പോൾ എല്ലാം നടക്കുന്നുണ്ട്, എന്തെങ്കിലും കുറവുകൾ, അവിടെ ടാറ് കുറഞ്ഞാൽ, അവിടെ ജെല്ലി കുറഞ്ഞാൽ ഉടനെ തന്നെ ഈ സൂപ്പർവൈസർ അത് സൂചന കൊടുക്കും. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡയറക്റ്റിംഗ് എ പേഴ്സൺ. ഒരാളെ ഡയറക്റ്റ് ചെയ്യുക, ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ഡയറക്റ്റ് ചെയ്യുക അക്കോർഡിംഗ് ടു പ്രീ ഡിറ്റർമൈൻഡ് സെറ്റ് ഒബ്ജക്റ്റീവ്സ്. നേരത്തെ തീരുമാനിച്ച അതേപോലെ തന്നെ കാര്യങ്ങൾ പോകാൻ വേണ്ടി ഒരാളെ ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നത് ഇറ്റ് ഈസ് ദ ആക്ട് ഓർ ഫങ്ഷൻ ഓഫ് ഓവർ സീയിങ് സംതിങ് ഓർ സംബഡി. വേറൊരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഓവർ സീയിങ് നടത്തുക, മേൽനോട്ടം വഹിക്കുക. അതാണ് സൂപ്പർവിഷൻ. എ പേഴ്സൺ ഹു പെർഫോം സൂപ്പർവിഷൻ ഈസ് എ സൂപ്പർവൈസർ. ആരാണോ ഈ സൂപ്പർവിഷൻ എന്ന പ്രോസസ്സ് നടത്തുന്നത് അയാൾ സൂപ്പർവൈസറാണ്. ഇനി ഡെഫിനിഷൻ, ഒരുപാട് ഡെഫിനിഷൻ സൂപ്പർവിഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. Supervision refers to the direct, immediate guidance and control of subordinates in the performance of their job. Supervision is the function of assuring that the work is being done in accordance with the plan and instructions. Supervision എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികളൊക്കെ ആസ് പെർ പ്ലാനും ആസ് പെർ ഇൻസ്ട്രക്ഷനുമാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. മേൽനോട്ടം, ഒരാൾ ചെയ്യുന്നത് വേറൊരാൾ നോക്കി കറക്റ്റാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ് നമ്മുടെ ടോപ്പിക്ക്, സൂപ്പർവിഷൻ ഓഫ് ECC സെൻറ്റർ. ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സെൻറ്റർ എങ്ങനെയാണ്, അതിൽ സൂപ്പർവിഷൻ എങ്ങനെയാണ് വേണ്ടേ? ഒരു ചെറിയ സ്കൂൾ അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ സൂപ്പർവിഷൻ ആവശ്യമില്ലേ? ഇറ്റ് ഈസ് എസെൻഷ്യലി ദ പ്രാക്ടീസ് ഓഫ് മോണിറ്ററിങ് ദ പെർഫോമൻസ് ഓഫ് ECC സെൻറ്റർ സ്റ്റാഫ്. ആ സെൻറ്ററിലെ സ്റ്റാഫിനെ കൃത്യമായി മോണിറ്റർ ചെയ്യണം, എല്ലാം നോക്കണം. എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ്, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൃത്യമായി എന്തെങ്കിലും നടപടികൾ എടുക്കണമെങ്കിൽ സൂപ്പർവിഷൻ ഈസ് കമ്പൽസറി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 or more പേഴ്സൺ. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഇൻട്രാക്ഷനാണ്. സൂപ്പർവൈസറും അവിടെ സബോർഡിനേറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും ചെയ്യണോ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് വാല്യൂ ആഡഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ദർ ഇൻ ECC സെൻറ്റർ. ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റിമുലേഷനാണ്, പ്രേരണയാണ്, പ്രേരിപ്പിക്കുക. അല്ലാതെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലൊന്നുമല്ല. അതിനൊരു പാമ്പിനെ കൊണ്ടുവച്ചാൽ മതി, ഒരു പെരുമ്പാമ്പിനെ കൊണ്ടുവച്ചാൽ മതി, അപ്പോൾ പേടിച്ചോളും. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പേടിപ്പിക്കാനുള്ളതല്ല, ഇൻട്രാക്ഷനാണ്, സ്റ്റിമുലേറ്റിംഗ് ഗ്രോത്ത് ആണ്. എ മീൻസ് ഓഫ് ഹെൽപ്പിംഗ് ടീച്ചേഴ്സ് ടു എൻഷുർ ആൻഡ് അച്ചീവ് എക്സലൻസ്. ടീച്ചേഴ്സിനെ സഹായിക്കുക, എക്സലൻസ് ഉണ്ടാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സൂപ്പർവിഷൻ. അടുത്തായി പഠിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. എയിംസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ. ലക്ഷ്യം, സൂപ്പർവിഷൻ്റെ ലക്ഷ്യവും പ്രാധാന്യവും എന്താണ്? എന്തിനാണ് സൂപ്പർവിഷൻ വെച്ചാൽ അല്ലെങ്കിൽ സൂപ്പർവൈസർ നടത്തിയാൽ എന്തൊക്കെ പ്രാധാന്യം, എന്തൊക്കെ എയിമാണ് അതിനുള്ളത്? ചെക്കിംഗ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ടീച്ചിങ് ഓർ ലേണിംഗ് മെറ്റീരിയൽ.
ടീച്ചിങ് മെറ്റീരിയൽസൊക്കെ അവിടെ ഉണ്ടോ, ചോക്കുണ്ടോ, പെൻസിലുണ്ടോ, പേനയുണ്ടോ, ബ്ലാക്ക് ബോർഡ് ഉണ്ടോ, മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർവിഷൻ വേണം. അഡ്വൈസിങ് ഓൺ ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ യൂസ്. പിന്നെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഒന്നുള്ള അഡ്വൈസ് കൊടുക്കണം. അത് ഉപയോഗിക്കൂ, ഇത് ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സൂപ്പർവിഷൻ നടക്കണം. അഡ്വൈസിങ് ഓൺ ദ ECC സെൻറ്റർ എൻവയോൺമെൻറ്റ്, അതിൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതില്ല, ഇതില്ല, അത് ശരിയില്ല, അവിടെ നീറ്റില്ല എന്നൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യണമെങ്കിൽ സൂപ്പർവിഷൻ വേണം. പ്രൊമോട്ടിങ് കരിക്കുലം ചേഞ്ച് ആൻഡ് ഇന്നൊവേഷൻ, ഇടയ്ക്കിടയ്ക്ക് പാഠ്യപദ്ധതിയിലുള്ള മാറ്റങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കണം. എപ്പോഴും പഴയതുപോലെ പറ്റൂല, അതിനുവേണ്ടി സൂപ്പർവിഷൻ ആവശ്യമാണ്. പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ഓൺ ടീച്ചർ പെർഫോമൻസ്, ഒരു ടീച്ചറുടെ പെർഫോമൻസിൽ ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് സൂപ്പർവിഷൻ ആവശ്യമാണ്. ടീച്ചറെ നിങ്ങൾ പഠിപ്പിക്കുന്നത് ശരിയല്ല, കുട്ടികളുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ശരിയല്ല, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ഇതൊക്കെ നമുക്ക് പറയണമെങ്കിൽ സൂപ്പർവിഷൻ വേണം. ഐഡൻറ്റിഫൈയിങ് നീഡ്സ് ഫോർ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ്, ഒരു സ്റ്റാഫിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യേണ്ടത്, അവർക്ക് ട്രെയിനിങ് വേണോ. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്താൽ മാത്രമേ സ്റ്റാഫിൻ്റെ അടുത്തുള്ള കുറവുകളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. കണ്ടക്റ്റിംഗ് ക്വാളിറ്റി അഷുറൻസ് ചെക്ക്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉറപ്പ് വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെങ്കിൽ സൂപ്പർവിഷൻ ആവശ്യമാണ്. എൻഷുറിങ് ടീച്ചർ മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ, ടീച്ചർ മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ, ടീച്ചേഴ്സിനെ മോട്ടിവേഷൻ കൊടുക്കാനും അവരുടെ ആത്മധൈര്യം, മൊറൈൽ എന്ന് പറഞ്ഞാൽ മനോധൈര്യം എന്നാണ്. ആ മനോധൈര്യം ഉണ്ടാവണമെങ്കിൽ ആൾക്കാർക്ക് തോന്നണം, ടീച്ചറിന് തോന്നണം ഇന്നാളെ എന്നെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, എന്നെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവും, ഒരു ആത്മധൈര്യം ഉണ്ടാവും, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. പ്രൊവൈഡിങ് പ്രൊഫഷണൽ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ടു ദ ടീച്ചർ, ടീച്ചർമാർക്ക് ആവശ്യമായ പ്രൊഫഷണൽ സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ കൊടുക്കണമെങ്കിൽ എന്ത് വേണം, സൂപ്പർവിഷൻ വേണം. ഇതെല്ലാം സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. മറ്റൊന്ന് ഫീച്ചേഴ്സാണ്, അതിൻ്റെ സവിശേഷതകൾ. ഈ സൂപ്പർവിഷൻ ഉണ്ടായാൽ എന്തൊക്കെ സവിശേഷതകളാണ് ഒരു ECC സെല്ലിൽ ഉണ്ടാവുക? ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ ലേണിംഗ് ഇൻ കേസ് ദർ ആർ എനി ഗ്യാപ്സ് ഇൻ ദ നോളജ് ഓർ സ്കിൽ ഓഫ് ദ സർവീസ് പ്രൊവൈഡർ. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ലേൺ ചെയ്യാനും മാറാനുമുള്ള ഒരു അവസരം നമുക്ക് സൂപ്പർവിഷനിലൂടെ കിട്ടുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഗ്രൗണ്ട് റിയാലിറ്റീസ് ആൻഡ് ചലഞ്ചസ്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ചലഞ്ചുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പുറത്ത് സ്കൂൾ വരുന്നുണ്ട്, അപ്പുറത്ത് വേറെ പ്രീ സ്കൂൾ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ നല്ല സർവീസ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് സൂപ്പർവൈസ് ചെയ്യണം, ചലഞ്ചുകളെ മനസ്സിലാക്കാൻ പറ്റണം. ഇറ്റ് മോട്ടിവേറ്റ്സ് ദ ECC ടീച്ചർ ടു പെർഫോം വെൽ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പ്രിൻസിപ്പൽ പുറത്തിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി ക്ലാസ് എടുക്കും. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പ്രിൻസിപ്പൽ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നന്നായി ക്ലാസ് എടുക്കും, ആത്മാർത്ഥമൊക്കെ കൂടും. അതാണ് സൂപ്പർവിഷൻ്റെ പ്രത്യേകത. അപ്പോൾ സൂപ്പർവിഷൻ ടീച്ചർമാർക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള മോട്ടിവേഷനാണ്. സൂപ്പർവിഷൻ ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ദ ടീം. നല്ലൊരു ടീം ബിൽഡിങ്ങിനെ സഹായിക്കുന്നു. സൂപ്പർവിഷൻ ഉണ്ടാകുമ്പോൾ നല്ല ടീം ഉണ്ടാകും, ഇല്ലെങ്കിൽ എപ്പോഴും അടിയും പിടിയും കച്ചറിയുമായിരിക്കും. സൂപ്പർവിഷൻ ഓൾസോ ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ ടീച്ചർ അവെയർ ഓഫ് ന്യൂ ഗൈഡ് ലൈൻസ് ആൻഡ് നോട്ടീസസ്. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പുതിയ പുതിയ ഗൈഡ് ലൈനുകളും നോട്ടീസുകളൊക്കെ കൃത്യമായി അവെയർ ആവാൻ, അതേക്കുറിച്ച് ബോധമുണ്ടാവാനൊക്കെ ടീച്ചറിനെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ടീച്ചറിന് ബോധം ഉണ്ടാവില്ല, നോട്ടീസ് കൊടുത്താൽ വായിക്കൂല, അതൊന്നും ഓർമ്മയുണ്ടാവില്ല. സൂപ്പർവിഷൻ ഹെൽപ്സ് ദ ടീച്ചർ റിലേറ്റ് ബെറ്റർ ടു ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുമായിട്ട്, സമൂഹവുമായിട്ട് നന്നായി ഒരു റിലേഷൻ വെക്കാൻ സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ടോപ്പിക്കും കൂടി നമുക്ക് നോക്കാനുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൂപ്പർവിഷൻ. രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നും ഇപ്പോൾ പഠിച്ചു സൂപ്പർവിഷൻ എന്താണെന്നും. എന്താണ് അഡ്മിനിസ്ട്രേഷനും സൂപ്പർവിഷനും തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ വ്യത്യാസം, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട്സ് ഡയറക്ട്സ് ടു ദ പ്രീ പ്ലാൻ ഫംഗ്ഷൻ ഓഫ് ECC സെൻറ്റർ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുക, അത് ഉന്നതതല പ്രവർത്തനമാണ്. അഡ്മിനിസ്ട്രേറ്റർ ഉള്ള ആളുകൾ, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്താ ചെയ്യുക, ഒരു കാര്യം നടപ്പിലാക്കും, അത് പോയി ചെയ്യൂ എന്ന് പറയും. സൂപ്പർവിഷൻ എന്താ ചെയ്യുന്നത്? അഡ്വൈസ് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും, ലീഡ് ചെയ്യും. അവർ മറ്റുള്ളവരെ പ്രവർത്തനങ്ങളെ
അതുപോലെ ചെയ്യുന്നുണ്ടോ, അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞതുപോലെ കാര്യം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ആരുടെ ജോലി? സൂപ്പർവൈസറുടെ ജോലി. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, നടപ്പിലാക്കുകയാണ്, പ്ലാനുകളും തീരുമാനങ്ങളും റൂളുകളും എല്ലാം നടപ്പിലാക്കുകയാണ്. പക്ഷെ സൂപ്പർവിഷനിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അഡ്വൈസ് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ വ്യത്യാസം, അഡ്മിനിസ്ട്രേഷൻ ഡിസൈഡ്സ് ആൻഡ് ഓർഡേഴ്സ് എക്സിക്യൂഷൻസ് അക്കോർഡിംഗ് ടു ഓൾറെഡി അഗ്രീഡ് പോളിസീസ് ബൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡിസൈഡ്, തീരുമാനിക്കും, ആൻഡ് ഓർഡേഴ്സ്, ഓർഡർ കൊടുക്കും, ആജ്ഞാപിക്കും, എക്സിക്യൂഷൻസ് അത് നടപ്പിലാക്ക്, പോയിട്ട് ചെയ്യൂ എന്ന് ഒറ്റയടിക്ക് അഡ്മിനിസ്ട്രേഷനാണ് തീരുമാനിക്കുന്നത്, അവരാണ് ടോപ്പ്. പക്ഷേ സൂപ്പർവിഷൻ ഹെൽപ്സ് ടു ഡിസൈഡ് ആൻഡ് അതർ എക്സിക്യൂഷൻ ആൻഡ് അസിസ്റ്റ് ഇൻ ഇംപ്രൂവിങ് ഇൻസ്ട്രക്ഷൻ ഫോർ ബെറ്റർ പെർഫോമൻസ്. സൂപ്പർവൈസർമാർ ഹെൽപ്പ് ചെയ്യാണ് അഡ്മിനിസ്ട്രേറ്റർമാരെ. സാർ ഇങ്ങനെയൊക്കെ ആയാൽ നന്നായിരുന്നു എന്ന് ഇൻസ്ട്രക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അതിന് പ്രവർത്തിക്കുന്നത്, സൂപ്പർവിഷൻ പ്രവർത്തിക്കുന്നത്. രണ്ട് വ്യത്യാസമായി. മൂന്നാമത്തത്, അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഓവർസീയിങ് ECCE സെൻറ്റേഴ്സ് ഓവറോൾ പെർഫോമൻസ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ പ്രീ സ്കൂളിൻ്റെ മൊത്തം പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ മോണിറ്ററിങ് മാത്രമാണ്. സൂപ്പർവിഷൻ ഈസ് എ മാനേജേരിയൽ പ്രോസസ് that involves monitoring a person's performance or activity. ഒരു ആക്ടിവിറ്റിയെയോ ഒരു പ്രത്യേകമായ വ്യക്തിയെയോ മാത്രം മോണിറ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് സൂപ്പർവിഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ എൻ്റെയർ ഉത്തരവാദിത്വം അവർക്ക് വന്നു. നാലാമത്തത്, ECC സെൻറ്റർ അഡ്മിനിസ്ട്രേഷൻ entails duties that involve the business of keeping a center running. ഒരു സ്ഥാപനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഡ്യൂട്ടിയും അഡ്മിനിസ്ട്രേഷനാണ്. അതിൻ്റെ എൻ്റെ നടത്തിപ്പിൻ്റെ ഡ്യൂട്ടിയും അഡ്മിനിസ്ട്രേഷനാണ്. പക്ഷേ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്. അവർക്ക് ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ മേൽനോട്ടം വഹിക്കാനും മാനേജ് ചെയ്യാനും മാത്രമേ സൂപ്പർവൈസർക്കോ അല്ലെങ്കിൽ സൂപ്പർവിഷൻ നടത്തുന്ന ആൾക്കോ അവകാശമുള്ളൂ. അഞ്ചാമത്തത്, അഡ്മിനിസ്ട്രേഷൻ റെപ്രസെൻറ്റ്സ് ദ ഹോൾ ഓഫ് ദ ECC സെൻറ്റർ സിസ്റ്റം. അഡ്മിനിസ്ട്രേഷൻ ആ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. ബട്ട് സൂപ്പർവിഷൻ റെപ്രസെൻറ്റ്സ് എ പോർഷൻ ഓഫ് ഇറ്റ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സൂപ്പർവിഷൻ. ഇതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോകുന്നത് ആർക്കാണ്? അഡ്മിനിസ്ട്രേഷനാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ.